ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വള്ളങ്ങൾക്കും അതിന്റേതായി ബന്ധപ്പെട്ട ആരാധകരുണ്ട്, ഒപ്പം തന്നെ ആ വള്ളവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. പല ആളുകളും പലയിടങ്ങളിലായി എത്തി അവരുടെ ആവേശകരമായ മത്സരം കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളോടൊപ്പം കാരിച്ചാൽ ടീമിന്റെ കാരിച്ചാൽ ചുണ്ടന്റെ ഇത്തവണത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള വള്ളങ്ങളിലൊന്നാണ് കാരിച്ചാൽ. പ്രത്യേകിച്ച് BBC ആണ് ഇത്തവണ കാരിച്ചാൽ തുഴയുന്നത് എന്നുള്ളതാണ്. വലിയ ആവേശം. കൂട്ടത്തിൽ മൂത്ത ആളോട് നമുക്ക് ചോദിക്കാം, വർഷങ്ങളായിട്ട് നെഹ്റു ട്രോഫി മുത്തമിട്ട വള്ളമാണ് അല്ലേ? തീർച്ചയായിട്ടും വള്ളത്തെ കുറിച്ച് കാരിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാല് 1970 മുതൽ വള്ളം പണിത് ഇറക്കി. ആ വർഷം തന്നെ ഹാട്രിക് കിട്ടിയില്ലെങ്കിൽ, ഹാട്രിക് അല്ല വിജയം കിട്ടിയില്ലെങ്കിലും അത് വിജയം പങ്കിടാൻ ഞങ്ങൾക്ക് സാധിച്ചു. കാരണം വെച്ചാൽ അതുപോലെ ഒരു വള്ളം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി ഉണ്ടാകുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രോഫി എടുത്തുള്ള നെഹ്റു ട്രോഫി എടുത്തുള്ള വള്ളം എന്ന് പറയുന്നത് കാരിച്ചാലിനുള്ളതാണ്. 15 വർഷം ഇതുവരെയായിട്ടും 15 വർഷത്തെ ട്രോഫി ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഈ വർഷത്തെ കൊണ്ട് 16ാമത്തെ വള്ളം ട്രോഫി ആയിരിക്കും ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. അതിന് പള്ളാത്തുരുത്തിയായിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ബന്ധത്തിൽ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് ഈ വർഷത്തെ ട്രോഫി ഞങ്ങൾ എടുക്കുമെന്നുള്ളതിന് ഉറപ്പാണ്. ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ തവണയും നെഹ്റു ട്രോഫി നേടിയ ക്ലബ്ബാണ്. അതിൽ കുമരകമും പള്ളാത്തുരുത്തിയുമാണ് 4 വർഷം തുടർച്ചയായി നെഹ്റു ട്രോഫി മുത്തമിട്ടിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ആ ചരിത്രം മാറ്റിക്കൊണ്ട് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ 5ാം തവണ ആദ്യമായിരിക്കും അല്ലെ ഒരു വള്ളം ക്ലബ്ബ് 5ാമത്തെ പ്രാവശ്യം എടുക്കുന്നത്. 5ാമത്തെ പ്രാവശ്യം പള്ളാത്തുരുത്തി ആയിരിക്കും ആദ്യമായിട്ട് നടത്തുന്നത്. നടന്നിരിക്കും, ഈ പ്രാവശ്യം മസ്റ്റായിട്ട് നടന്നിരിക്കും, അതിന് യാതൊരു സംശയമില്ല. എന്താ ഇത്ര കോൺഫിഡൻസ്? എന്താ കാരിച്ചാൽ വള്ളം ടീം പള്ളാത്തുരുത്തി, അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. വള്ളത്തിനോടുള്ളതും ടീമിനോടുള്ളതും. ഇത്തവണ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ? പ്രാക്ടീസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തി. വളരെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ അവരുടെ ട്രയല് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. റെക്കോർഡ് ടൈമാണ്. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ കാണും. പോകരുത്, കാണണം. ഇവിടെയല്ല, ഞാൻ വള്ളം ഇരിക്കുന്ന കാരിച്ചാൽ കരയിൽ നിങ്ങൾ എത്തണം. എത്തിക്കഴിയുമ്പോൾ ഞങ്ങളുടെ ആ വിജയത്തിന്റെ ആവേശം ഞങ്ങൾ അവിടെ കാണിക്കും. ട്രീറ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും. നിങ്ങൾ എത്ര പേര് വരുന്നു അത്രയും പേർക്ക് ഞങ്ങൾ ട്രീറ്റ് തരും. അങ്ങനെ ഇത് വള്ളംകളി എന്ന് പറഞ്ഞാൽ ഓരോ കരകളുടെയും ആവേശമാണ്. ഇവര് കാരിച്ചാൽ ചുണ്ടന്റെ കാരിച്ചാൽ കരയിൽ നിന്നുള്ള ആളുകളാണ്. അതെ, ഷെയർ ഹോൾഡേഴ്സ് ആണ്, വമ്പൻ പുള്ളികളാണ്. കമ്മിറ്റി മെമ്പർ കൂടെയാണ് എല്ലാവരും. അല്ല, എന്ത് പേരെന്ന് പറയോ? എന്റെ പേര് രാജൻ കാരിച്ചാൽ. എബ്രഹാം, ബിജു ബാബു, സന്തോഷ് കാരിച്ചാൽ. അപ്പൊ കാരിച്ചാൽക്കാരാണ്. എന്തായാലും അവര് പറയുന്നത് വള്ളംകളി കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് ട്രീറ്റ് ഉണ്ട് എന്നുള്ളതാണ്. റെക്കോർഡ് സമയത്തിൽ ഇത്തവണ കാരിച്ചാൽ അതുപോലെ തന്നെ തുടർച്ചയായി ചരിത്രം കുറിച്ചുകൊണ്ട് PBCയും ആ കപ്പ് ഉയർത്തും എന്നുള്ള ആത്മവിശ്വാസമാണ് പങ്കുവയ്ക്കുന്നത്. എല്ലാ വള്ളങ്ങൾക്കും അതിന്റേതായ ഫാൻസ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്, കരകളുടെ പ്രാർത്ഥന കൂടിയാണ്. ഓരോ ചുണ്ടനും, നീറ്റിലിറങ്ങുന്ന ഓരോ ചുണ്ടനും ആ കരകളുടെ പ്രാർത്ഥനയുടെ, എല്ലാ കരകളുടെയും പ്രാർത്ഥന നേടി വരുന്ന വള്ളങ്ങളാണ്. എല്ലാവരുടെയും ഒരു ആശീർവാദവും സന്തോഷവും ഒക്കെ ആ വള്ളങ്ങളിൽ ഉണ്ടാകും. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഇത്തവണ ആവേശമാണ് ഞങ്ങളുടെ. അതെ, എന്തായാലും അവരുടെ പ്രാർത്ഥനയും അവരുടെ പരമാവധി അവർ ശ്രമിക്കും. എന്തായാലും ഞങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാരിച്ചാലിന്റെ ടീം അംഗങ്ങൾ. എന്തായാലും ആ ആവേശം, അപ്പൊ എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള ആവേശ കാഴ്ചകൾ ധാരാളമുണ്ട്. ഓരോ ടീമുകളെയും നമുക്ക്, ഓരോ ഫാൻസിനെയും നമുക്ക് കണ്ടു തന്നെ പോകാം. പുനമടയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ക്യാമറമാൻ ഷിജു ചാവറയ്ക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.